കഴിഞ്ഞ 5 ദിവസത്തെ കാത്തിരിപ്പായിരുന്നു വിഴിഞ്ഞം പുറംകടലിലെത്തിയ ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പ് ചരക്ക് കപ്പൽ MSC ഐറീന എപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തുക എന്നത്. രാവിലെ 9 മണിക്ക് ആ ചരിത്രം പിറന്നു. MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറീന. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമാണുള്ളത്. രാവിലെ 8 മണിക്കാണ് ബെർത്തിങ് പറഞ്ഞിരുന്നത്. പക്ഷേ 8 മണിയോടെ തന്നെ പുലിമുട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ കപ്പൽ എത്തുകയും ചെയ്തു. അതിനുശേഷം ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് MSC ഐറീനയെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്ന സമയമായിരുന്നു. ഏകദേശം 9 മണിയോടെ പൂർണ്ണമായും ബെർത്തിനരികിൽ കപ്പൽ നങ്കൂരമിട്ടു. ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ മലയാളിയാണ്. തൃശ്ശൂർ പുറനാട്ടുകര സ്വദേശി വില്ലി ആൻ്റണിയാണ് ഈ കപ്പലിനെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ കപ്പലിൻ്റെ ആകെ ശേഷി എന്നത് ഈ 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ്. ആ ഒരു കപ്പാസിറ്റിയുടെ ഒരു ശേഷി വെച്ചാണ് ഇത് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായി മാറുന്നത്. ദക്ഷിണേഷ്യൻ തുറമുഖത്തിൽ ആദ്യമായി എത്തുന്ന കപ്പലാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ആ ചരിത്രം, വിഴിഞ്ഞം തുറമുഖത്തിനും രാജ്യത്തിനും ആ ചരിത്രം, ഒപ്പം തന്നെ നാടിന് ആ ചരിത്രം ലഭിക്കുമ്പോൾ ആ കപ്പലിൻ്റെ അമരക്കാരനായി ഒരു മലയാളിയാണ് ഈ കപ്പലിനെ ഇവിടെ എത്തിച്ചു എന്നതും മറ്റ് സന്തോഷകരമായ അഭിമാനകരമായ കാര്യമാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദൈവാനുഗ്രഹം, കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രാർത്ഥന, വളരെയധികം സന്തോഷം. 16,000-ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത്. ഇതിൽ ഏകദേശം 3,000 മുതൽ 5,000 വരെയുള്ള കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കും. 2 ദിവസം, അതായത് നാളെ വൈകിട്ടോടെ ആയിരിക്കും കപ്പൽ ഇവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പുറപ്പെടുക. സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ചൈന, കൊറിയ രാജ്യങ്ങളിലൂടെ തിരിച്ച് സിംഗപ്പൂരിലെത്തിയാണ്. സിംഗപ്പൂരിൽ നിന്നാണ് ഇപ്പോൾ MSC ഐറീന ഇവിടെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനത്തിന് ശേഷം ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എത്തി എന്നത് ഈ തുറമുഖത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ശരിയായ ദിശ സൂചിപ്പിക്കുന്നു എന്നതിന് വിലയിരുത്തപ്പെടാം. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് പകൽ മുഴുവൻ, ഇന്ന് നാളെയും പകൽ ഈ കപ്പൽ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ കപ്പൽ കാണാൻ, വിഴിഞ്ഞം തുറമുഖം കാണാൻ പറ്റുന്ന പ്രദേശങ്ങളെല്ലാം നിന്ന് കഴിഞ്ഞാൽ ഈ കപ്പൽ കാണാൻ സാധിക്കും. നമ്മുടെ വിഴിഞ്ഞം പള്ളിയുടെ ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കപ്പൽ കാണാൻ സാധിക്കും. പലരും രാവിലെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എവിടെ നിന്നാൽ ഈ കപ്പൽ കാണാൻ സാധിക്കും. കാരണം ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്തായാലും കൂടുതൽ കപ്പലുകൾ ഇവിടേക്ക് എത്തുന്നതിൻ്റെ സൂചന തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ തന്നെ ഇവിടേക്ക് എത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഏതായാലും വലിയ അഭിമാനകരമായ മുഹൂർത്തത്തിലൂടെയാണ് വിഴിഞ്ഞം തുറമുഖം കടന്നുപോയിരിക്കുന്നത്. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.